നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് സുധീര ഗാന്ധി. മദ്യം വിഷമാണ്, അതിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. മദ്യത്തിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. അവരെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ മുന്നേ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീതലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴെയുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. ബാറിൽ ബിയർ മാറ്റാൻ വീര്യം കൂടെ ചർച്ചയ്ക്ക് ചൂടേറി. നേരത്തെയുള്ള മദ്യനയം അട്ടിമറിക്കുന്നതിന് ചില കാരണങ്ങൾ കണ്ടെത്താനാണ്, ചില പഴുതുകൾ കണ്ടെത്താനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ക്ലാരിറ്റി വരുത്താനല്ലേ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ CPM നിർത്തലാക്കാൻ ശശികല ടീച്ചർ പണി തുടങ്ങി. ജനാധിപത്യവും കമ്മ്യൂണിസവും തമ്മിൽ എന്താ ബന്ധം? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും അവിടെയാണ് മലയാളിക്ക് പറ്റിയത്. ഈ ദിവ്യശക്തി എവിടെ നിന്ന് കിട്ടിയെന്നറിയാതെ AK സെന്റർ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? സഭയിൽ അരിവിഷയം ജോറായി, പുറത്ത് തകൃതിയായി നെല്ലുകുത്തലും. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് താങ്ങായി ഒരു പത്രം എഴുതിയിട്ടുണ്ട്. ജയ 25, മട്ട 24. പിണറായിക്ക് പഠിക്കാൻ സഭയിൽ M സ്വരാജ്. കേരളത്തിന് ഒരു നട്ടലുള്ള മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, കേരളത്തിനകത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു എന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പാഠപുസ്തകം ചോദിച്ചപ്പോൾ നിങ്ങളുടെ കാലത്ത് മൂർത്തിക്കടിയായിരുന്നു. സംസ്ഥാനത്ത് കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ടെങ്കിലും മദ്യനയത്തിലാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. അതിന് കാരണമായത് കഴിഞ്ഞ ദിവസം CPMൽ ചർച്ച ചെയ്തു എന്ന് പറയപ്പെടുന്ന ചില മദ്യപാന ചർച്ചകളാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പരിസരത്ത് തുടങ്ങി പിന്നെ യഥേഷ്ടം എല്ലായിടങ്ങളിലേക്കും ബാറുകൾ വ്യാപിപ്പിക്കലാണ് സർക്കാർ പദ്ധതിയെന്നുമാണ് ചിലർ മണത്തറിഞ്ഞത്. പിന്നെ ബാറുകൾ വ്യാപിപ്പിക്കുന്ന ഇടമൊക്കെ പലതരത്തിലുള്ള വിനോദം നടക്കുന്നത് കൊണ്ട് അവിടങ്ങളെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിക്കാമല്ലോ. അപ്പോൾ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാകും. എന്നാൽ സംഗതി കേട്ടപാടെ KPCC പ്രസിഡന്റ് സുധീര ഗാന്ധി സുധീരൻ രംഗത്തിറങ്ങി കോടിയേരിയോട് മുട്ടാൻ. ഏപ്രിൽ 1 ഇത് സംബന്ധിച്ച് സ്വീകരിക്കേണ്ടുന്ന നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. മദ്യം ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചാലും ബാറിലിരുന്ന് മദ്യം കുടിച്ചാലും അപകട സാധ്യത ഒരുപോലെയല്ലേ? അങ്ങനെ ഒരു കാര്യവും പാർട്ടി ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് പരിശോധിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒരു പരിശോധനയും പാർട്ടി നടത്തിയിട്ടില്ല. നിങ്ങൾ ഏതോ മാധ്യമം കൊടുത്തിട്ട് വാർത്തയാണ്. ആ മാധ്യമങ്ങളെ ആരോ പറ്റിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ള മാധ്യമം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു തീരുമാനമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതായിരുന്നു. ജനങ്ങളെ കുടിപ്പിച്ചേ അടങ്ങൂ എന്ന നിർബന്ധം എന്തിനാണ് സർക്കാർ ഇത്രമാത്രം വെച്ചു പുലർത്തുന്നത്? അതിപ്പോ മദ്യനയം ചർച്ച ചെയ്യുമ്പോഴല്ലേ സഖാബിയെ പറയാൻ പറ്റുമോ? ഇപ്പം തന്നെ ഞാൻ നയം പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? ബാറുകാർക്ക് വേണ്ടി, മദ്യലോബിക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ പഠനങ്ങളും തട്ടിക്കൂട്ടിയ കണക്കുകളുമാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. ടൂറിസം മേഖലയെ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ വകുപ്പും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ടൂറിസം മേഖലയെ മദ്യനയം, നേരത്തെയുള്ള സർക്കാരിൻ്റെ മദ്യനയം പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റായ പ്രചരണമാണ്. ടൂറിസം വകുപ്പിൻ്റെ തന്നെ നേരത്തെയുള്ള കണക്കുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം, വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, വരുമാനം വർദ്ധിച്ചു വരുന്നു. ഇതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പാതയോരത്ത് നിന്ന് മാറ്റണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതിന് പുതിയ ക്ലാരിഫിക്കേഷൻ ഇന്ന് അറ്റോർണി ജനറലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബാറിൽ മദ്യം വിൽപ്പനയല്ലേ നടത്തുന്നത്? പൈസ കൊടുത്തല്ലേ ആളുകൾ കുടിക്കുന്നത്? അപ്പോൾ പിന്നെ ഔട്ട്ലെറ്റ് ആയാലും ബാറുകളായാലും അതിൽ ഔട്ട്ലെറ്റുകൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്, ബാറുകൾക്ക് ബാധകമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിയമോപദേശം വളരെ വിചിത്രമാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു നയത്തിന് രൂപം കൊടുക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്താണ്? മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടണം. എന്തിന്? അതിലേക്കുള്ള സൈൻ ബോർഡ് വരെ എടുത്തു മാറ്റണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.
അത്ര കർശനമായ വിധിയാണ് സുപ്രീം കോടതിയുടെ. ഏപ്രിൽ 1-ന് മുമ്പ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. നേരത്തെയുള്ള മദ്യനയം അട്ടിമറിക്കുന്നതിന് ചില കാരണങ്ങൾ കണ്ടെത്താനാണ്, ചില പഴുതുകൾ കണ്ടെത്താനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ക്ലാരിറ്റി വരുത്താനല്ലേ ചർച്ച ചെയ്യുന്നത്. ക്ലാരിറ്റി ഇങ്ങനെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടല്ല ക്ലാരിറ്റി വരുത്തുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ചൊരു നയം രൂപീകരിക്കും. LDF അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോവിനെയും കൂടി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നയരൂപീകരണം നടത്തുക. ജനങ്ങളെ കുടിപ്പിച്ചേ അടങ്ങൂ എന്ന നിർബന്ധം എന്തിനാണ് സർക്കാർ ഇത്രമാത്രം വെച്ചു പുലർത്തുന്നത്? പ്രതിപക്ഷം മദ്യ മേഖലയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് ബാർ കുംഭകോണ കേസ് പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരുന്നല്ലോ. ഏതായാലും അങ്ങനെയൊരു നയം ഇടതുപക്ഷം സ്വീകരിക്കില്ല. UDF സ്വീകരിച്ചതുപോലെ ബാർ കുംഭകോണം നടത്താൻ വേണ്ടിയുള്ളൊരു മദ്യനയം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അംഗീകരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യലോബിയുമായി ഉണ്ടാക്കിയ ധാരണ നടപ്പിലാക്കാനുള്ള ആ ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരും, ശക്തമായ സമരമുയരും. കേരളത്തെ തലമുറകളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അവരുടെ കാലത്ത് ചെയ്തതുപോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രചരണം നടത്തുന്നത്. അത് UDF-ന്റെ നയമാണ്. LDF അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല. ഒരു അഴിമതിരഹിതമായ മദ്യനയത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗവൺമെൻറ് 9 മാസമായിട്ടും അത്തരത്തിലുള്ള യാതൊരു ആക്ഷേപവും പുറത്തു വന്നിട്ടില്ലല്ലോ. അത്തരം കാര്യങ്ങൾ സുതാര്യമായി ചെയ്യാൻ ഗവൺമെൻറ് കഴിയും എന്നുള്ളത് വ്യക്തമാക്കി 9 മാസത്തിനിടയിൽ. വളരെ തെറ്റായൊരു നിലപാടാണ്. ഈ ടൂറിസം മേഖലയെ എത്രമാത്രം ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പഠനവും നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ആലോചിക്കാനല്ലാതെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഓരോരുത്തരും ഞാൻ ഉത്തരം പറഞ്ഞാൽ പിന്നെ LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ചേരേണ്ട കാര്യമുണ്ടോ? LDF ചർച്ച ചെയ്തിട്ടൊരു നയം തീരുമാനിക്കും. അതിപ്പോൾ ഓരോന്നിനും നിങ്ങളിങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് കാണുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. ഏതായാലും അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കൂടി ഇപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം കാണാൻ ശ്രമിക്കേണ്ട. LDF ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ അതിന് വ്യക്തത വരും. അപ്പോൾ നിങ്ങളുടെ ചർച്ചയൊക്കെ വിരാമം ഇടാൻ അപ്പോൾ കഴിയും. നിങ്ങൾ ധൃതി പിടിക്കണ്ട. മദ്യം കിട്ടാത്തതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ധൃതി പിടിക്കണ്ട. നമുക്ക് തീരുമാനം LDF-ൻ്റെതായിട്ട് തന്നെ കൈക്കൊള്ളും. ജനങ്ങളെ കുടിപ്പിച്ചേ അടങ്ങൂ എന്ന നിർബന്ധം എന്തിനാണ് സർക്കാർ ഇത്രമാത്രം വെച്ചു പുലർത്തുന്നത്? മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. മദ്യം വിഷമാണ്, അതിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. മദ്യത്തിൽ മീതൽ ആൽക്കഹോൾ ഉണ്ടെന്ന്. നമ്മുടെ പയ്യന കൊച്ചു പയ്യനാണ്. അവരെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ മുന്നേ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീതലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴെയുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. 3.5 പതിറ്റാണ്ട് ബംഗാൾ വാണരള്ളിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത്ര പാരമ്പര്യമില്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ട് അതായിക്കൂടാ? ഇത് ഞാൻ ചോദിച്ചതല്ല. പിന്നെ ഇത് ചോദിക്കാൻ ആർക്കാ അവിടെ ധൈര്യമുള്ളത്? അത് സാമൂഹ്യ പാഠം ടീച്ചർക്ക്, നമ്മൾ ശശികല ടീച്ചർക്ക്. വയനാടിന് ചുരം കയറി ടീച്ചർ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലാവധി കഴിഞ്ഞു എന്ന്, രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സമയമായെന്നും. പിന്നെയും ഒരു കൂട്ടം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കേട്ടു നോക്കുക. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കണോടത്ത് കാര്യം? പൂച്ചയ്ക്ക് പൊന്നൊരുക്കണോടത്ത് ഇരുന്ന് ഒന്നുമില്ലെങ്കിൽ തട്ടാന് വല്ലതും കഴിക്കാൻ കൊണ്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു പങ്കിട്ട് കൊടുക്കായിരിക്കും. പൊന്നൊരുക്കാണെങ്കിലും തട്ടാന് വിശക്കുമല്ലോ. വിശക്കുമ്പോ വല്ലതും കഴിക്കാൻ കൊണ്ട് കൊടുക്കില്ലേ? പൂച്ചയല്ലേ അടുത്തിരിക്കണെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഇട്ട് കൊടുക്കാണ്ടിരിക്കുമോ? ഇപ്പൊ പൂച്ചയ്ക്ക് പൊന്നൊരുക്കണോടത്ത് പോയാൽ ചിലപ്പോ എന്തെങ്കിലും കിട്ടും. പൂച്ചയ്ക്ക് പൊന്നൊരുക്കണോടത്ത് പിന്നെയും കാര്യം ഉണ്ടാവും. ജനാധിപത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ചെയ്യാനുള്ളത്? ജനാധിപത്യവും കമ്മ്യൂണിസവും തമ്മിൽ എന്താ ബന്ധം? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും അവിടെയാണ് മലയാളിക്ക് തെറ്റിയത്. ജനാധിപത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത സംഘടനകളെ ജനാധിപത്യത്തിൽ പങ്കെടുപ്പിച്ചതാണ്, ജനാധിപത്യത്തിന്റെ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചതാണ് നമുക്കൊക്കെ പറ്റിയ തെറ്റ്. ലോകത്ത് പലതരത്തിലുള്ള ഭരണ സംവിധാനം, രാജാധികാരം ഉണ്ടാകാം, രാജഭരണം അല്ലെങ്കിൽ രാജാക്കന്മാര് ഭരിക്കണമെന്നുണ്ടാകാം, പ്രഭുക്കന്മാര് ഭരിക്കണമെന്നുണ്ടാകാം, പട്ടാള ഭരണം ഉണ്ടാകാം, ജനാധിപത്യം ഉണ്ടാകാം. ഇതുപോലൊരു ഭരണ സംവിധാനമാണ് കമ്മ്യൂണിസം. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? രാജഭരണം ജനാധിപത്യമല്ലെങ്കിൽ
പ്രഭുഭരണം ജനാധിപത്യമല്ലെങ്കിൽ, പട്ടാള ഭരണം ജനാധിപത്യമല്ലെങ്കിൽ, തീർച്ചയായും കമ്മ്യൂണിസവും ജനാധിപത്യമല്ല. അത് മറ്റൊരു ഭരണ സംവിധാനമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇവർക്കെന്താ പങ്ക്? അവിടെയാണ് നമുക്ക് പറ്റിയത്. ആ തെറ്റാണ് നമ്മൾ ഇപ്പൊ തിരുത്തുന്നത്. തിരുത്താനുള്ള സമയമാണ്. 17 പറ്റിയ തെറ്റ് 90കളിൽ റഷ്യ തിരുത്തി, 80കളുടെ അവസാനത്തിലും 90കളിലുമായി തിരുത്തി. ഏകദേശം 70ഓളം കൊല്ലമേ അവർ ആ വിഡ്ഢിത്തം ചുമന്നുള്ളൂ. മലയാളിക്കും ആ 70 കൊല്ലം പിന്നിടുന്നു. 1957 മുതൽ നമ്മളും പിന്നിടുന്നു. ആ 70 കൊല്ലം അവസാനിപ്പിക്കാറായി. റഷ്യക്കാര് കാണിച്ച പോലെ തന്നെ നമുക്കും ബോധം വരാനുള്ള സമയമായി. ഒരു 70 കൊല്ലത്തിൽ കൂടുതലൊന്നും ഈ മുതൽ എവിടെയും വളരില്ല. എല്ലാ രാക്ഷസ വളകളും ഒന്നിങ്ങനെ വളരെ ഒരു കാലുണ്ടതിനൊക്കെ. കുമാര അനക്കേതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ കലാകാരന്മാരെ വർഗീയത പാടില്ല. ഒരു 10-70 കൊല്ലത്തിനപ്പുറം ഇത് പോവില്ല. ഈ വലയുടെ ആയുസ് അത്രയേ ഉള്ളൂ. അപ്പൊ അത് എത്തിക്കഴിഞ്ഞു. അതിന്റെ വെപ്രാളമാണ് ഈ കാണിക്കുന്നത്. കത്താൻ പോകുന്ന, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നത് പോലുള്ള ഒരു ആളിക്കത്തലാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ലോകത്തെവിടെയും കാണിച്ച നെറുകേടിൽ കൂടുതൽ ഒന്നും നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല, ലോകത്തെല്ലായിടത്തും സംഭവിച്ചതായതുകൊണ്ട് തിരുത്താനല്ല നമ്മുടെ പരിശ്രമം. മറിച്ച് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇനി ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ ഉണ്ടാകരുത്. അതിൽ കുറഞ്ഞൊന്നും മലയാളി പ്രതീക്ഷിക്കുന്നില്ല. അതിൽ കുറഞ്ഞൊന്നും നമ്മുടെ ലക്ഷ്യത്തിലുമില്ല. ജനാധിപത്യവുമായി പുലബന്ധമില്ലാത്ത ഈ അക്രമിക്കൂട്ടം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകരുത്. അല്ലാണ്ട് ഞങ്ങൾ അല്ലെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചു മാറ്റാൻ ഒന്നുമല്ല നമ്മള്. ഇത് ചെയ്യേണ്ടത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാത്രവുമല്ല, ചെയ്യുന്നതും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല. മലയാളി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇങ്ങനൊരു സംവിധാനം ഇവിടെ വേണ്ട. അപ്പൊ ചോദിക്കും, ഇത്രയും MLA-മാരൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിന് ആനെ ഉറുമ്പ് വിഴുകുന്നൊക്കെ പറഞ്ഞ പോലെയല്ലേ കേരളത്തിൽ ഇവര് പറഞ്ഞു പോകുന്നത് അല്ലേ? ഈ പറയുന്ന കൂട്ടങ്ങൾക്ക് എത്ര MLA-മാരുണ്ട്, എത്ര MP-മാരുണ്ട്? കൂട്ടിയേ പറ്റുമോ? ഇവരാണോ കേരളത്തിൽ കമ്മ്യൂണിസം വേണ്ട തീരുമാനിക്കാൻ പോണത്? എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ കഴിയും? ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. 3-3.5 പതിറ്റാണ്ട് ചോദ്യം ചെയ്യാതെ ഭരിച്ച ബംഗാളിന് സാധിച്ചില്ലേ? വേണ്ടെന്നൊക്കെ പാർട്ടി ഓഫീസുകളൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ പെയിന്റാണ് അല്ലെ? ചുവന്ന പെയിന്റ് അടിച്ചിരുന്ന പാർട്ടി ഓഫീസുകളൊക്കെ വെയിൽ കൊണ്ട് നരച്ചതല്ല, അസല് പുത്തൻ കാവി പെയിന്റ് കൊണ്ടുപോയാണ് ബംഗാളിലെ പാർട്ടി ഓഫീസുകളൊക്കെ പെയിന്റ് അടിക്കണത്. AKG സെന്ററുകളൊക്കെ ഒന്ന്, അല്ലെങ്കിൽ EMS ഭവനുകളൊക്കെ ഒന്ന് അടിയന്തരമായി റെയ്ഡ് ചെയ്താൽ പിണറായി പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സാധനമുണ്ട്. ആയുധമല്ല, അത് പിന്നെ പിണറായിക്ക് അറിയാലോ എവിടെ വെച്ചെന്നുള്ളത്. അതല്ല, AKG സെന്ററുകളും EMS ഭവനുകളൊക്കെ അടിയന്തരമായി റെയ്ഡ് ചെയ്താൽ കിട്ടണത് ഏതെങ്കിലും ഒരു മൂലയിൽ കാവി പെയിന്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും നാളെ അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അപ്പൊ അന്വേഷിച്ചു പോണ്ടല്ലോ വാങ്ങിക്കാൻ. ആദ്യം ഹിപ്നോട്ടൈസ് ചെയ്യേണ്ടത് സഖാക്കളുടെ മനസ്സില്. കാരണം ഇപ്പൊ നിങ്ങൾ കൊടുത്ത ആയുധവുമായി, നിങ്ങൾ കൊടുത്ത ആവേശവുമായി പേ പിടിച്ച നായ്ക്കളെ പോലെ നിങ്ങൾ ആട്ടിവിടുമ്പോൾ കുരയ്ക്കാനും കടിക്കാനും നിർബന്ധിതരായി നിൽക്കുന്ന സഖാക്കള് ബുദ്ധിയില്ലാത്തവരും ബോധമില്ലാത്തവരും ഒന്നല്ല. അവരെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുക. അവരുടെ മനസ്സിലുണ്ടാകും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് മനസമാധാനത്തോടുകൂടി ഏതെങ്കിലും ഒരിടത്ത് പോയി പരമപവിത്ര ഭഗവദ്ധ്വജത്തിന് മുന്നിൽ നിന്ന് സ്വന്തം വലങ്കൈ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് പ്രണാം ചെയ്ത് ഈ മഹാപാപമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വൈകിയായിരിക്കും ഓരോ സഖാവും നിൽക്കുന്നത്. അവരുടെ ഉള്ളൊന്നറിയുക. ബാക്കി അതിന് ശേഷം മതി ബാക്കി തേരോട്ടൊക്കെ. അപ്പൊ അവസാനിപ്പിക്കുന്നത് പുറത്തുനിന്ന് ഞങ്ങളാവില്ല, അതകത്തുനിന്ന് സ്വന്തം സഖാക്കൾ തന്നെയായിരിക്കും. നെറികേടുകൾ ചെയ്യുന്നതിനൊരു കണക്കുണ്ട്, ചെയ്യിക്കുന്നതിനൊരു കണക്കുണ്ട്. അതിന്റെ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞു. ലോകത്തെല്ലായിടത്തും സംഭവിച്ചത് അതാണ്. നെറികേടുകൾ പരമാവധി സഹിച്ചു. അതിന്റെ ലിമിറ്റ് തെറ്റിയപ്പോഴാണ് എല്ലാവരും ഈ സാധനമേ, നെറികേട് തിരുത്തല്ല ചെയ്ത് ഈ സാധനമേ വേണ്ടാന്ന് വെച്ചു. അത്ര നീട്ടണ്ടല്ലേ? താനിനി തുടങ്ങാൻ വേണ്ട, ഞാൻ പാടിത്തരാം. ആരുനി ഭദ്ര കേക്ക്. ആരുനി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ,
നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ശശികല ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളും ഇതൊക്കെ കേട്ടാണ് പഠിക്കുന്നതെങ്കിൽ വൈകാതെ തന്നെ അവരും കാവി പെയിൻറ് വാങ്ങുമെന്നാണ് തോന്നുന്നത്. അത്ര രക്തത്തിലേക്ക് കുത്തിക്കയറുന്ന വാക്കുകളാണ് ടീച്ചറുടേത്. ഇതെല്ലാം കൂടി ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇടവേളയാണ്. അത് കഴിയുമ്പോൾ സഭയിൽ അരിസമരം, പുറത്ത് നെല്ലുകുത്തൽ.